ആരോടും വിടാതിരിക്കാണ്. ഇതാണ് ഒരു മാനേജർ പറയുന്ന മര്യാദ. ഇങ്ങനെ പല മര്യാദകൾ പറഞ്ഞു. പോലീസിനെ വിളിക്കും പോലീസിനെ. എത്ര കാലം ബാങ്കിൽ വരുന്നു? നിങ്ങൾ ഇവിടെ ഇത്ര നേരം വന്നിട്ട് ലോൺ വേണമെന്ന് പറഞ്ഞോ? ഏറ്റവും അവസാനം നിങ്ങൾ എന്താ പറഞ്ഞേ? അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. അതിന് പണിയെടുക്കും. ക്ലോസ് ചെയ്തു. ക്ലോസ് ആയിരുന്നു അക്കൗണ്ട്. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നില്ല. ഇയാൾ വന്നിട്ട് കൃഷി ചെയ്ത് വന്നു നോക്കും. പല മാനേജർമാരുടെ അടുത്തും പുള്ളിക്ക് മലയാളം ശരിക്കറിയില്ല. എന്ത് മര്യാദ കൂടിയാ പെരുമാറുന്നത്? പിന്നെ എത്ര പേർക്ക് അല്ലാത്തവരുടെ കൃഷി ചെയ്യാതെ കൊടുത്തതായിരുന്നു? താൻ കൃഷി ചെയ്യാതെ എത്ര പേർക്ക് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ദേഷ്യവും അതിലുപരി സങ്കടവും തോന്നിയൊരു കാഴ്ച കണ്ണൂര് കാനറ ബാങ്കിന്റെ മാനേജറാട്ടോ. ഒട്ടുമിക്ക നാഷണലൈസി ബാങ്കുകളുടെ മാനേജർമാരുടെ സ്വഭാവം ഇതൊക്കെ തന്നെയാട്ടോ. ഇനി മേലാൽ ഇവിടെ കയറെന്ന് പറയുന്നത് നിന്റെ കപ്പന്റെ വകയാണോ ബാങ്ക്? ഇത്തരം പാവപ്പെട്ട കർഷകരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പലിശ കൊണ്ടാണ് നിനക്കൊക്കെ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ സാലറി കിട്ടുന്നത്. അത് മറക്കണ്ടോ നീ ഒന്നും. ആ ഒരു കൃഷിക്കാരൻ ഒരു സാധു മനുഷ്യനാട്ടോ. ഒരു ബാങ്ക് മാനേജറെ നിലവാരം പോലും ഇല്ലാത്ത പെരുമാറ്റം. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നതാ? 2 ലക്ഷം 3 ലക്ഷം ഒക്കെ സാലറി വാങ്ങിയാൽ മാത്രം പോരാട്ടോ. ഈ ക്യാഷ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഈ പാവപ്പെട്ടവര് വെയിലത്തും മഴയത്തും കിടന്ന് പണിയെടുത്ത് അവരുണ്ടാക്കുന്ന പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കഴിക്കണമെങ്കിൽ ഇവർ വേണ്ട. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ധാർഷ്ട്യ സ്വഭാവം വച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ബാങ്ക് മാനേജർമാരെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം. ഒരു ആനുകൂല്യവും കൊടുക്കാതെ തന്നെ കസ്റ്റമറോട് എങ്ങനെ പെരുമാറും എന്നറിയാൻ പാടാത്ത ഇവനൊക്കെ ഉണ്ടല്ലോ. ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് കസ്റ്റമർ ഈസ് എ കിങ്. കസ്റ്റമർ ഇല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഒരു മണ്ണാങ്കട്ട ഉണ്ടാവില്ല കേട്ടോ. ഇനി ഒരു പണക്കാരനാണ് ഈ ബാങ്കിലേക്ക് വരുന്നതെങ്കിൽ അവനെ ആനയിച്ചു കൊടുന്ന് AC ക്യാബിനിലിരുത്തി ചായയും പരിപ്പോടയും ചൂടൻ പലഹാരങ്ങളും എല്ലാം കൊടുത്ത് നിങ്ങൾ സ്വീകരിക്കില്ലേ? എന്തായാലും കാനറ ബാങ്കിന്റെ അധികൃതരിൽ എത്തും വരെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് തുറക്കട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല ഇവിടെ പറയേണ്ടത്, പച്ച തെറിയാണ് പറയേണ്ടത്. പക്ഷെ നമ്മളങ്ങനെ പഠിച്ചിട്ടില്ല കേട്ടോ.